അബുൽ ഹസൻ അലി നിഷാദുലി റളിയല്ലാഹു അൻഹു ജന്മനാ കണ്ണ് കാണാ, പിന്നെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം പിന്നിട്ടതിന് ശേഷം കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ആളായി മാറിയെന്നാണ്. ജന്മനാ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാമിന് കണ്ണുണ്ടിരുന്നില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നമ്മള് എന്തേലൊക്കെ വർത്താനം പറഞ്ഞങ്ങാണ്ട് തമ്മിൽ തെറ്റിയാ ചോദിക്കൂല ബുഖാരിയിലുണ്ടോ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ചോദിക്കുക ബുഖാരിയിലുണ്ടോ എന്നാണ്. നാളെ ഒരാൾ ചോദിച്ചു ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ എന്താ ഇമാം ബുഖാരി ഇതില് നമ്മളും വിദഗ്ധരും നമ്മൾ തമ്മിൽ വ്യത്യാസം കേട്ടോ. മുബത്തദിയുകൾ സ്വഹീഹുൽ ബുഖാരി അംഗീകരിക്കും, ഇമാം ബുഖാരി അംഗീകരിക്കൂല. നമ്മള് സ്വഹീഹുൽ ബുഖാരിയെയും അംഗീകരിക്കും, ഇമാം ബുഖാരിയെയും അംഗീകരിക്കും. മുബത്തദികൾ സ്വഹീഹ് മുസ്ലിം അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അംഗീകരിക്കൂല. നമ്മൾ സ്വഹീഹ് മുസ്ലിമിനെയും അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളും ഓലും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ കണ്ണു കാണാത്ത ആളായിരുന്നു. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ട യതീം കുട്ടിയായിരുന്നു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ഉമ്മ തോരന്ന് പഠിച്ചോനെ ഇന്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ച തരണേ അല്ലാന്ന് തോരന്ന് ഒരു ദിവസം മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കിനാവിൽ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കിനാവിൽ സങ്കടം പറഞ്ഞു, ഇന്റെ മോന് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞപ്പോ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഇതിന് കാഴ്ച ഉണ്ടായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ചയുണ്ട്. 4000 പണ്ഡിതന്മാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചു മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ. നമ്മൾ സഹീഹുൽ ബുഖാരിനെ അംഗീകരിക്കും, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ജന്മനാ കാണുക. അബുൽ ഹസൻ അലി നിഷാദുലി റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞതിന് ശേഷം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു. എന്തേ കണ്ണിന് കാഴ്ച പോയതിന്റെ കാരണം? അതിനും കാരണമുണ്ട്. സ്വർഗത്തിലാദ്യം റബ്ബിനെ കാണുന്നത് കണ്ണിന് കാഴ്ച നശിച്ചവൻ തന്നാണത്. റൂഹുൽ ബയാൻ നീ നോക്ക് 2 ഉണ്ടിത്. 686 പറയുന്നത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരായിരിക്കും സ്വർഗത്തിൽ ആദ്യമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നേരിൽ കാണുക എന്ന മുലാഖാത്ത് എന്ന മുനാജാത്ത് തിരുമുൽ കാഴ്ചക്ക് അവസരം ലഭിക്കുന്ന ആളുകൾ എന്ന് മഹത്തുക്കളായ മുൻഗാമികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബുൽ ഹസൻ അലി നിഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ 3 വഴി കേരളത്തിലുണ്ട്. അതിലൊരു വഴിയാണ് മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ വഴി. അരിമ്പ്രസ്താദിന്റെ ഷെയ്ഖ് ആണ് കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആള്. കക്കടിപ്പുറം എന്ന് പറഞ്ഞത് എടപ്പാള് കഴിഞ്ഞ് നാഷണൽ ഹൈവേയിൽ പോകുമ്പോ പന്താവൂർ എന്ന സ്ഥലത്തുനിന്ന് ഉള്ളോട്ട് പോയിട്ടുള്ള ഒരു പ്രദേശമാണ് കക്കടിപ്പുറം എന്ന് പറഞ്ഞത്. കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാർ ഷാദുലിയായിരുന്നു. ദലായിലുൽ ഖൈറാത്ത് എന്ന പേരായ സ്വലാത്തിന്റെ അബുൽ ഹസൻ അലി നിഷാദുലി റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടു. മഹാനവറുകളുടെ ഗുരുനാഥൻ ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി രാത്രി വുളു ചെയ്യാനും മലമൂത്ര വിസർജനത്തിനും പുറത്തിറങ്ങിയപ്പോ സാധാരണ വെള്ളം ലഭിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല. കിണറിലേക്ക് വെള്ളം കോരാൻ വേണ്ടി പോയി നോക്കുമ്പോ ബക്കറ്റില്ല. തഹജ്ജുദിന്റെ സമയം കഴിയാനായി തുടങ്ങി. തഹജ്ജുദിന്റെ സമയം കഴിയാനായി തുടങ്ങി. എന്താ കാട്ടാന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പെണ്ണ് അതുവഴി ഇങ്ങനെ വന്നു, ഒരു സ്ത്രീ. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, എന്താ ഇവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കണെന്ന് ചോദിച്ചു. രാത്രിയാണ്. അതില് പറഞ്ഞു, ഞാന് ഒതുണ്ടാക്കാൻ വെള്ളമില്ലായിട്ട് എന്തേലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല ത്രട്ടൊന്നും അങ്ങോട്ട് പോയിക്കോളി. ഇവര് കുറെ നേരമായി അത് നോക്കി തുടങ്ങിയിട്ട്. ഓർക്ക് വേറെ എങ്ങോട്ടേലും നോക്കാൻ ഒരു അവസരം കിട്ടുമോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാനാണെങ്കിൽ അതിനോട് സമ്മതിക്കൂല. അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അങ്ങോട്ടായി, അതാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയല്ലാരും. പെണ്ണുങ്ങൾ പിന്നെ എങ്ങോട്ടാ നോക്കണെന്ന് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. നിങ്ങളെല്ലാരും ഇങ്ങോട്ട് ആയിക്കോട്ടെ. നോക്കി
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി നീച്ചപ്പോ വെള്ളമില്ലാതെ ഇങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു സ്ത്രീയെ കണ്ടു. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കണെന്ന് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് വെള്ളമില്ലായിട്ടാണ് എന്ന് പറഞ്ഞപ്പോ മൂപ്പരിങ്ങനെ വള്ളി ഏച്ചൂട്ടിട്ട് ഒരു കയറുണ്ടാക്കാണ് വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ വള്ളി എന്തിനാന്ന് ചോദിച്ചു. എനിക്ക് വെള്ളം കോരാനാണ് പറഞ്ഞു. അതിൽ ആ പെണ്ണ് പറഞ്ഞു, അതിനിങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ആ സ്വലാത്ത് ചൊല്ലി മാനവർക്ക് വെള്ളം കിട്ടി. അങ്ങനെ നിസ്കരിച്ചിട്ട് മൂപ്പരിങ്ങനെ ആലോചിച്ചു, ഏതായിരുന്നു ഇപ്പൊ ആ സ്വലാത്ത്? അപ്പോ ഓർമ്മ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഓർമ്മ വന്നതൊക്കെ എഴുതിയതാണ് ദലായിലുൽ ഖൈറാത്ത് പറഞ്ഞത്. ആ സ്വലാത്ത് അതിലുണ്ട്, പക്ഷെ ഏതാന്നറിയില്ല. അതാണ് അതിന്റെ ഒരു കുഴപ്പം. ഖിയാമത്ത് നാള് എന്നാന്ന് ചോദിച്ച മാതിരിയായി. അത് മുഴുവൻ ചെല്ലിയാൽ അതിലുണ്ടാവും. അതിൽ നിന്ന് അതിങ്ങനെ 7 ഭാഗമാക്കി തിരിച്ചു. അതില് വെള്ളിയാഴ്ചക്ക് വേണ്ടി തിരിച്ച ഭാഗമാണ് ഹിസ്ബ് യൗമുൽ ജുമുഅ എന്ന് പറയുന്ന അൽകഫും സ്വലാത്തും എന്ന് പറഞ്ഞ അൽകഫ് കഴിഞ്ഞിട്ടുള്ള സ്വലാത്ത് ഷാദുലിയത്താണ്. നമ്മളെ സബീനനെ മറിച്ചാല് മിക്കവാറും സാധനമൊക്കെ ഷാദുലി. ബുർദബൈത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഷാദുലിയാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കിയാല് അതിലൊക്കെ ഷാദുലിയത്ത് ധാരാളം കാണാം. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഷാദുലി ത്വരീഖത്താണ്. മഹാനായ കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ ത്വരീഖത്ത്, വേറെയും ത്വരീഖത്തുകൾ മഹാനവർകൾക്കുണ്ട്. അതാണ് അരിമ്പ്ര ഉസ്താദിന്റെ ത്വരീഖത്ത്. മഹാനായ അരിമ്പ്ര ഉസ്താദ് വലിയാണെന്ന് മാത്രമല്ല, മഹാനവർകളുടെ ഗുരുവര്യനും വലിയാണ്, മഹാനവർകളുടെ തിൽമീദും വലിയാണ്. അവരുടെ ഗുരുവാണ് കക്കടിപ്പുറ അബൂബക്കർ മുസ്ലിയാർ, അവരുടെ തിൽമീദാണ് മഹാനായ മുഹമ്മദ് മുസ്ലിയാർ എന്ന പേരായ നമ്മളടുത്ത നാട്ടുകാരനായ നമ്മളെ കീശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്ക് അവരുടെ പേര് പറയാൻ പോലുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ്. എന്നാലും ആ പേര് പറയണതിന്റെ, ആ മദ്ഹ് പറയണതിന്റെ ഒരു ഗുണം, അതിന്റെ ഒരു ഫളില്, അതിന്റെ ഒരു ബറക്കത്ത് നമുക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. അള്ളാഹു ആ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യങ്ങളിലും അവന്റെ തുണയുണ്ടാവട്ടെ. എല്ലാ മുറാദുകളെയും അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. ദുനിയാവിലാഖിറത്തിനും അള്ളാഹു നമ്മളെ ഖൈറിന്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫയാക്കി തരട്ടെ. മാലിലും മൗലാദിലും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. മനസ്സിന്റെ എല്ലാ പ്രയാസങ്ങളെയും ഖാലിഖായ റബ്ബ് തീർത്തു തരട്ടെ. അപ്പോ പിന്നെ ഉസ്താദും വലിയാണ്, മഹാനവറുകളും വലിയാണ്, ശിഷ്യനും വലിയാണ്. ഇങ്ങനെ അപൂർവം കോമ്പിനേഷൻ ഉണ്ടാകുക. ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോ പറയലുണ്ട്, അള്ളാഹുയുടെ ദർജ ഉയർത്തട്ടെ. 4 പതിറ്റാണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം കൊടുത്ത ആളാണ് മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ല. 10 പതിറ്റാണ്ടുകളാണ് സമസ്തയുടെ താരീഖിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. 10 പതിറ്റാണ്ട്. ഒന്നാമത്തേത് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടേതാണ്. രണ്ടാമത്തേത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടേതാണ്. മൂന്നാമത്തേത് മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടേതാണ്. 4 പതിറ്റാണ്ട് 40 വർഷം മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ല മഹാനവറുകളുടേതാണ്. വാപ്പയും വലിയാണ്, ഗുരുനാഥനും വലിയാണ്, മഹാനവറുകളും വലിയാണ്, ശിഷ്യനും വലിയാണ്. അരിമ്പ്ര ഉസ്താദിന് ശംസുൽ ഉലമയുടെ മദ്ഹിൽ പറയുന്ന മൗലൂദ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. 20-ാം നൂറ്റാണ്ടിലെ ആരിഫീങ്ങളായ ആളുകളുടെ സംസാര വിഷയമാണ് ശംസുൽ ഉലമ എന്നതാണ് അരിമ്പ്ര ഉസ്താദ് മൗലൂദ് എഴുതിയതിന്റെ കാരണം.